ഇറാനും ഇസ്രായേലും തമ്മിൽ വീണ്ടും സംഘർഷത്തിന് സാധ്യതയെന്ന് റിപ്പോർട്ടുകൾ. ഇറാനിൽ പുതിയ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതിന് മറുപടിയായി ഏതാക്രമണത്തെയും നേരിടാൻ തയ്യാറാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പ്രതികരിച്ചു. ഇസ്രായേലിനെതിരെ വീണ്ടും ആക്രമണം നടത്താൻ ഇറാൻ തയ്യാറാണെന്നും അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. ഇസ്രായേലിൻ്റെ ഏത് സൈനിക നീക്കത്തിനും ഞങ്ങൾ പൂർണ്ണമായി തയ്യാറാണ്. ഞങ്ങളുടെ സൈന്യം അധിനിവേശ പ്രദേശങ്ങളിൽ ആഴത്തിൽ ആക്രമണം നടത്താൻ സജ്ജമാണ്, പെസഷ്കിയാൻ അൽ ജസീറ അറബിക്കിനോട് പറഞ്ഞതായാണ് റിപ്പോർട്ട്. എന്നാൽ യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജൂൺ 13 ഇസ്രായേൽ ഇറാനിലെ സൈനിക ആണവ സിവിലിയൻ കേന്ദ്രങ്ങളിൽ നടത്തിയ വ്യോമാക്രമണങ്ങളാണ് സംഘർഷത്തിന് തിരികൊളുത്തിയത്. ആക്രമണത്തിൽ മുതിർന്ന ഇറാനിയൻ സൈനിക കമാൻഡർമാരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടു. ഇതിന് പ്രതികാരമായി ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെ തിരിച്ചടിച്ചു. 12 ദിവസം നീണ്ട സംഘർഷത്തിൽ ഇറാനിൽ 1062 പേർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. ഇതിൽ 786 സൈനികരും 276 സാധാരണക്കാരും ഉൾപ്പെടുന്നു. ഇറാന്റെ ആക്രമണങ്ങളിൽ ഇസ്രായേലിൽ 28 പേർ കൊല്ലപ്പെടുകയും 3000-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇസ്രായേൽ മെഡിക്കൽ ഉദ്യോഗസ്ഥർ പറയുന്നു. ജൂൺ 24 ഇരു രാജ്യങ്ങളും തമ്മിൽ ദുർബലമായ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നെങ്കിലും ഇത് ശാശ്വതമല്ലെന്ന് ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി. ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമാണെന്ന് പെസഷ്കിയാൻ ആവർത്തിച്ചു. ആണവായുധങ്ങൾ കൈവശം വയ്ക്കുന്നത് ഞങ്ങൾ പൂർണ്ണമായി നിരസിക്കുന്നു. ഇത് ഞങ്ങളുടെ രാഷ്ട്രീയ, മാനുഷിക, തന്ത്രപരമായ നിലപാടാണ്, അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ ആണവശേഷി നശിപ്പിക്കപ്പെട്ടുവെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയെ മിഥ്യ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. നമ്മുടെ ശാസ്ത്രജ്ഞരുടെ മനസ്സിലാണ് ആണവശേഷി, സൗകര്യങ്ങളിലല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെള്ളിയാഴ്ച ഇസ്താംബൂളിലെ E3 അഥവാ ഫ്രാൻസ്, ജർമ്മനി, UK എന്നീ രാജ്യങ്ങളുമായി ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച് ചർച്ചകൾ പുനരാരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ ഫലപ്രദമായ ചർച്ചകൾ നടത്തിയില്ലെങ്കിൽ ഓഗസ്റ്റ് അവസാനത്തോടെ ഇറാനുമേൽ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കുമെന്ന് E3 രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി. യുറേനിയം സമ്പുഷ്ടീകരണം തുടരുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഇത് രാജ്യത്തിൻ്റെ അഭിമാന പ്രശ്നമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജൂൺ 15 ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ യോഗത്തിനിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിന്ന് പ്രസിഡന്റ് പെസഷ്കിയാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടിരുന്നു. ഇറാന്റെ ആണവ പദ്ധതിയും യുറേനിയം സമ്പുഷ്ടീകരണവുമായി മുന്നോട്ടു പോകാനുള്ള തീരുമാനം മേഖലയിൽ വീണ്ടും സംഘർഷത്തിന് വഴിവെക്കുമെന്നാണ് സൂചന. ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് USഉം ഉത്തരവാദിയാണെന്ന് ഇറാൻ ആരോപിച്ചു. ഇതിനിടെ ആണവ കരാർ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇറാൻ ആവർത്തിക്കുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യം മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കൽ ദുഷ്കരമാക്കുന്നുണ്ട്. മേഖലയിൽ സമാധാനം തകർക്കുന്ന ഈ സംഘർഷങ്ങൾ എങ്ങോട്ടാണ് നീങ്ങുന്നത്? ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പോര് മറ്റൊരു ആഗോള പ്രതിസന്ധിയിലേക്ക് നീങ്ങുമോ? ഇനിയൊരു യുദ്ധമുണ്ടായാൽ അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ചെറുതായിരിക്കില്ല. Waytonikah.com, the exclusive Muslim matrimonial site.